JK സോളാർ പവർ സിസ്റ്റംസിന്റെ മറ്റൊരു പുതിയ ഇൻസ്റ്റലേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ജിബിൻ. ഇന്ന് നമ്മളിവിടെ പരിചയപ്പെടുത്തുന്ന ഒരു ഓൺ ഗ്രിഡ് സിസ്റ്റത്തിനെ എങ്ങനെ ഹൈബ്രിഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം. ഒരുപാട് ആൾക്കാർ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ്, അല്ലെങ്കിൽ വാട്സാപ്പിലൂടെ ഒത്തിരി ആൾക്കാർ നമ്മളോട് വിളിച്ച് ചോദിക്കുന്ന അല്ലെങ്കിൽ മെസ്സേജ് അയക്കുന്ന ഒരു കാര്യമാണ്. എങ്ങനെ നമുക്ക് നിലവിൽ ഓൺ ഗ്രിഡ് സിസ്റ്റം കുറച്ച് വർഷമായിട്ട് ഉപയോഗിക്കുന്നതാണ്, അതിനെ എങ്ങനെ ഹൈബ്രിഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം, അപ്പോൾ അതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ളത്. അപ്പോൾ അതിനുള്ള ഒരു മറുപടി കൂടിയാണ് ഈ വീഡിയോ. ഇവിടെ നമ്മൾ നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ഓൺ ഗ്രിഡ് സിസ്റ്റം ആണ് ഈ കാണുന്നത്. അതിനെ നമ്മൾ ഹൈബ്രിഡ് ആയിട്ട് കൺവേർട്ട് ചെയ്തിരിക്കുകയാണ്. ഒരു 5 kWh ബാറ്ററി പാക്ക് വെച്ച് ഒരു സ്മാർട്ട് ഹൈബ്രിഡ് മോഡിലേക്ക് അതിനെ ഷിഫ്റ്റ് ചെയ്തിരിക്കുകയാണ്. എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഓൺ ഗ്രിഡ് ഇൻവെർട്ടറിനെ ചേഞ്ച് ചെയ്ത് അത് ഹൈബ്രിഡ് ആയിട്ട് കൺവേർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതിന്റെ വിശദമായിട്ടുള്ള ഒരു ഇൻസ്റ്റലേഷൻ വീഡിയോയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഈ രീതിയിൽ ചെയ്തിരിക്കുന്ന ഒരു ഓൺ ഗ്രിഡ് സിസ്റ്റത്തിനെ നമ്മൾ ഹൈബ്രിഡ് ആയിട്ട് കൺവേർട്ട് ചെയ്തിരിക്കുന്നതിന്റെ ഒരു വീഡിയോ ആണ്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് 5000 വാട്ട് 5 kW ഓൺ ഗ്രിഡ് സിസ്റ്റം ആയിരുന്നു. ഇവിടെ 5000 വാട്ട്സ് സോളാർ പാനൽ ഉപയോഗിച്ചിരിക്കുന്ന കാണാം. ഇതിനെ നമ്മൾ ഒരു ഹൈബ്രിഡ് സിസ്റ്റം ആയിട്ട് അപ്ഗ്രേഡ് ചെയ്തിരിക്കുകയാണ്. സാധാരണ ഉപയോഗിക്കുന്ന ഓൺ ഗ്രിഡ് സിസ്റ്റത്തിലേക്ക് ബാക്കപ്പ് കൂടി ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വീട്ടിൽ ഫുൾ ടൈം ബാക്കപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്തരത്തിൽ ഹൈബ്രിഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യാവുന്നതാണ്. വീട്ടിൽ ഫുൾ ടൈം പവർ സപ്ലൈ എൻഷുർ ചെയ്യണം. പവർ കട്ട്സ് നമ്മളെ ബാധിക്കാൻ പാടില്ല. വീട്ടിലെ ഉപയോഗം കഴിഞ്ഞ ശേഷം മാത്രം KCBയിലേക്ക് എക്സ്പോർട്ട് ചെയ്താൽ മതി എന്ന് ഉദ്ദേശിച്ചിട്ടുള്ളവർക്ക് ഇത്തരത്തിലുള്ള ഓൺ ഗ്രിഡിൽ നിന്നും ഹൈബ്രിഡിലേക്ക് ചേഞ്ച് ആവാവുന്നതാണ്. ഇനി മുൻപോട്ടുള്ള കാലഘട്ടങ്ങളിൽ ഒരു പവർ ഇൻഡിപെൻഡൻസ് നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതൊരു ചെറിയ ഓഫ് ഗ്രിഡ് സിസ്റ്റം ആയിക്കോട്ടെ, ഇത്തരത്തിലുള്ള ഹൈബ്രിഡ് സിസ്റ്റം ആയിക്കോട്ടെ, കൂടുതൽ ഹെവി ആയിട്ട് വീട് ഉൾപ്പെടെ ഫുൾ ബാക്കപ്പിലൊക്കെ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഹൈ ഫ്രീക്വൻസി ഹൈബ്രിഡ് ഇൻവെർട്ടേഴ്സ് 5 kW തൊട്ട് മുകളിലുള്ള സിസ്റ്റങ്ങൾ ചൂസ് ചെയ്യാവുന്നതാണ്. സ്വന്തമായിട്ട് പവർ ഉൽപ്പാദിപ്പിച്ച് ഉപയോഗിക്കുക, ഒരു പവർ ഫ്രീഡത്തിലേക്ക് എത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് മുന്നോട്ടുള്ള കാലഘട്ടങ്ങളിൽ. ക്ലൈമറ്റ് മോശമാകുന്ന കണ്ടീഷനിൽ തീർച്ചയായിട്ടും പ്രൊഡക്ഷൻ കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. അപ്പോൾ ആ സമയത്ത് നമുക്കൊരു സെക്കൻഡറി ബാക്കപ്പ് എന്നുള്ള രീതിയിൽ മാത്രം നമ്മൾ EB സപ്ലൈനെ കൺസിഡർ ചെയ്യേണ്ട ഒരു കണ്ടീഷനിലോട്ടൊക്കെ പോകേണ്ടിയിരിക്കുന്നു. സോളാർ ഹൈബ്രിഡ് സിസ്റ്റത്തിന്റെ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്ന ഇൻവെർട്ടർ ബാറ്ററി സെറ്റപ്പ് ആണ് കാണുന്നത്. ഈ സിസ്റ്റത്തിന്റെ മെയിൻ പാർട്ടായിട്ട് വരുന്ന ഹൈബ്രിഡ് ഇൻവെർട്ടർ ആണ്. ഹൈ ഫ്രീക്വൻസി ഈസ്റ്റ്മാൻ ബ്രാൻഡിങ്ങിൽ വരുന്ന 10 വർഷം ഓൺ സൈറ്റ് വാറണ്ടി വരുന്ന ഇൻവെർട്ടർ മോഡലാണ്. ഇതിന്റെ താഴ്ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ CT കണക്ഷൻ, കമ്മ്യൂണിക്കേഷൻ ഡോങ്കിൾ ഉണ്ട്, അതുപോലെ തന്നെ ഹെവി ആയിട്ടുള്ള കണക്ടർ ഉണ്ട്. AC കണക്ടർ ആണ്. അത് നമുക്ക് AC ഇൻപുട്ട് ഔട്ട്പുട്ട് എല്ലാം അവിടെ തന്നെയാണ് വരുന്നത്. ബാറ്ററിയിലേക്ക് പോകുന്ന 35 സ്ക്വയർ mm കേബിള്, 2 സ്ട്രിങ് DC കണക്ഷൻ, അതുപോലെ തന്നെ ബാറ്ററി ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ പോർട്ട് കേബിള്. ഈ ഹൈബ്രിഡ് സിസ്റ്റത്തിന്റെ ഏറ്റവും മെയിൻ ആയിട്ട് വരുന്ന അടുത്ത ഒരു പോർഷൻ ആണ് ലിഥിയം ഫെറോഫോസ്ഫേറ്റ് ബാറ്ററി പാക്ക്. നമുക്ക് സ്റ്റോറേജും ഫുൾ ടൈം പവർ സപ്ലൈ എൻഷുർ ചെയ്യുന്ന ഈ ബാറ്ററി പാക്ക് ആണ്. 5 യൂണിറ്റ് ആണ് സ്റ്റോറേജ് വരുന്നത്. നമുക്ക് പകൽ സമയത്ത് ബാറ്ററി സ്റ്റോറേജും വീട്ടിലെ ഉപയോഗം കഴിഞ്ഞ് ബാക്കിയുള്ളത് മാത്രമായിരിക്കും ഈ ഹൈബ്രിഡ് ഇൻവെർട്ടർ KCBയിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നത്. മാക്സിമം ഇൻഡോർ സ്പേസ് ഇത്തരത്തിലുള്ള സിസ്റ്റംസ് ചെയ്യാനായിട്ട് ഓപ്റ്റ് ചെയ്യുക. ഇതിന്റെ ഒരു സേഫ്റ്റിക്കും അതുപോലെ തന്നെ ഇത്ര വിലപിടിപ്പുള്ള ഉപകരണങ്ങളൊക്കെ ആകുമ്പോൾ വളരെ സേഫ് ആയിട്ട് വെക്കേണ്ട ആവശ്യമുണ്ട്. കൂടാതെ ഡയറക്റ്റ് ആയിട്ട് സൺലൈറ്റും ഹ്യൂമിഡിറ്റിയും അടിക്കുന്ന സ്ഥലങ്ങളിൽ വെക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇവിടെ സിസ്റ്റത്തിലേക്കായിട്ട് നമ്മളൊരു ഹൈബ്രിഡ് പർപ്പസിലേക്ക് ഉപയോഗിക്കുന്ന രീതിയിലുള്ള AC/DB ഉപയോഗിച്ചിട്ടുണ്ട്. ഓട്ടോമാറ്റിക് ചേഞ്ച് ഓവർ സംവിധാനമുണ്ട്. സിസ്റ്റം സിംഗിൾ ഫേസ് ആണ്. 32 ആംപിയറിന്റെ MCBകൾ ഇൻപുട്ട് ഔട്ട്പുട്ട് KCB സൈഡുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. 2 സ്ട്രിങ് വരുന്ന ഒരു DC/DB പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന 250 ആംപിയറിന്റെ ബാറ്ററി ഡിസ്കണക്ഷൻ അല്ലെങ്കിൽ മോൾഡഡ് കേസ് സർക്യൂട്ട് ബ്രേക്കർ എന്നറിയപ്പെടുന്ന MCCB ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് നിർബന്ധമായിട്ടും ഹൈബ്രിഡ് സിസ്റ്റങ്ങളിൽ ലിഥിയം ബാറ്ററികൾ ഉപയോഗിക്കുന്ന സമയങ്ങളിൽ കൊടുക്കേണ്ടതാണ്. പ്രത്യേകിച്ച് 24 വോൾട്ടിന് മുകളിൽ വരുമ്പോൾ നിർബന്ധമായിട്ടും 2 പോളും ഐസൊലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സ്വിച്ച് ഗിയേഴ്സ് കൊടുക്കേണ്ടതാണ്. 5 kW കപ്പാസിറ്റി ഉള്ള ഒരു സിസ്റ്റത്തിൽ നിന്നും 20 യൂണിറ്റ് ആണ് പ്രൊഡക്ഷൻ എന്ന് നമുക്കറിയാം. പകൽ സമയത്ത് നമ്മുടെ വീട്ടിലെ ഉപയോഗവും ബാറ്ററി ചാർജിങ്ങും കഴിഞ്ഞ ശേഷം മാത്രമുള്ളതാണ് KCBയിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് KCBയിൽ നിന്ന് എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ വന്ന് KCB സപ്ലൈ ഉപേക്ഷിക്കേണ്ടി വന്നാൽ പോലും ഇൻഡിപെൻഡന്റ് ആയിട്ട് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. ഇവിടുത്തെ ഒരു കേസിലാണെന്നുണ്ടെങ്കിൽ 5 kW കപ്പാസിറ്റി ഉള്ള ഇൻവെർട്ടർ ആണ്. ഇതിൽ നമുക്ക് 5 kW ഇതിന്റെ കപ്പാസിറ്റി ആണെങ്കിൽ 7500 വാട്ട് വരെയൊക്കെ പീക്ക് ലോഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. 5 kW കോൺസ്റ്റന്റ് കണ്ടിന്യൂസ് ലോഡ് കൊടുക്കുന്നതിനകത്തും ബുദ്ധിമുട്ടില്ല. ഭാവിയിൽ കൂടുതൽ ഉപയോഗം വരികയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ബാക്കപ്പിൽ കൂടുതൽ ഉപയോഗിക്കേണ്ട ആവശ്യം വരികയാണെങ്കിൽ നമുക്ക് ഒരു ബാറ്ററി പാക്ക് കൂടെ ഈ ഭാഗത്തേക്ക് പാരൽ ചെയ്ത് കഴിഞ്ഞാൽ 10 യൂണിറ്റ് സ്റ്റോറേജ് കിട്ടും. അതായത് നമ്മുടെ പ്ലാന്റിന്റെ പ്രൊഡക്ഷന്റെ ഒരു 50% നമുക്ക് സ്റ്റോർ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ്. പകൽ സമയങ്ങളിലൊക്കെ അടിക്കടി കറണ്ട് കട്ടുള്ള സ്ഥലങ്ങളിൽ, അതുപോലെ തന്നെ കറണ്ട് പോയാലും വീട് ഫുള്ള് ബാക്കപ്പ് വേണ്ടിയ സ്ഥലങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള സിസ്റ്റംസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സിസ്റ്റംസ് ചെയ്യുമ്പോൾ നമുക്ക് കോസ്റ്റ് കമ്പാരിറ്റീവ്ലി കൂടുതലാണ്. ഇവിടെ വരുന്ന അഡ്വാൻറ്റേജ് നമ്മുടെ വീട്ടിൽ ഉപയോഗം കുറവുള്ള ദിവസങ്ങൾ അല്ലെങ്കിൽ വീട്ടിലാളില്ലാത്ത ദിവസങ്ങളിലും പ്രൊഡക്ഷൻ വേസ്റ്റ് ആവുന്നില്ല. KCBയിലേക്ക് എക്സ്പോർട്ട് ആയി പോകും. ഒരുപാട് ആൾക്കാർ കമന്റുകളിലൂടെയും അതുപോലെ തന്നെ വാട്സാപ്പ് കോളുകളിലൂടെയൊക്കെ ചോദിച്ചുകൊണ്ടിരുന്ന കാര്യമാണ് ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത ഓൺ ഗ്രിഡ് സിസ്റ്റത്തിനെ എങ്ങനെ ഹൈബ്രിഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാനായിട്ട് വല്ല പ്രശ്നമുണ്ടോ, അങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ അതിനുള്ള ഒരു ആൻസർ കൂടിയാണ് ഈ വീഡിയോ. ഇവിടെ നമ്മൾ മുൻപ് കാണിച്ച പോലെ തന്നെ ഒരു 5 kW സാധാ ഓൺ ഗ്രിഡ് സിസ്റ്റം ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിനെ നമ്മൾ ഡിസ്മാൻഡിൽ ചെയ്തു. അതിനുശേഷം ഒരു ക്ലോസ്ഡ് ഏരിയയിലേക്ക് ഇൻസ്റ്റലേഷൻ ഏരിയ മാറ്റി ചൂസ് ചെയ്ത് അവിടത്തേക്ക് ഈ സിസ്റ്റത്തിനെ വീണ്ടും നമ്മൾ റീസെറ്റ് ചെയ്ത് റീകോൺഫിഗർ ചെയ്തിരിക്കുകയാണ്. ഈ സിസ്റ്റം നമുക്ക് റിമോട്ടായിട്ട് മോണിറ്റർ ചെയ്യാനുള്ള സംവിധാനമുണ്ട്. സിസ്റ്റം ത്രൂ നമുക്ക് ഇതിന്റെ സെറ്റിങ്ങുകളൊക്കെ മാറ്റാൻ സാധിക്കും.
അപ്പോൾ ഇത്തരത്തിലുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള വീഡിയോസ് വാച്ച് ചെയ്യാനായിട്ടും സോളാർ റിലേറ്റഡ് ആയിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് വിസിറ്റ് ചെയ്യുക. അപ്പോൾ ഇത്തരത്തിലുള്ള നിരവധി ഇൻസ്റ്റലേഷൻ വീഡിയോസ് നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. സോളാറുമായിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് വാച്ച് ചെയ്യുക. അവരുടെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. മറ്റൊരു സോളാർ ഇൻസ്റ്റലേഷൻ വീഡിയോ ആയിട്ട് ചാനലിലൂടെ വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.